നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആണോ എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. 1. സെലക്ഷൻ ഓഫ് ഫണ്ട്. 2. ഫണ്ട് പെർഫോമൻസ്. 3. ഫണ്ട് ടോപ്പ് അപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഫണ്ട് സെലക്ഷൻ. ഫണ്ട് സെലക്ഷൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിനെ 5 കാറ്റഗറികളിലായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെക്ടർ ആൻഡ് തീം ബേസ്ഡ്. ഈ 5 സെലക്ഷനിലൂടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിനെ കറക്ഷൻ വന്നാൽ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിന് പ്രോബ്ലം വന്നാൽ പോലും, അല്ലെങ്കിൽ മിഡ് ക്യാപ്പിനെയോ സ്മോൾ ക്യാപ്പിനെയോ പ്രോബ്ലം വന്നാൽ പോലും നിങ്ങളുടെ ഫണ്ടിന്റെ പെർഫോമൻസിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല. 3. ഫണ്ട് പെർഫോമൻസ് ആണ്. ഫണ്ട് പെർഫോമൻസ് എപ്പോഴും പ്രീവിയസ് ഫണ്ടുകളുടെ പെർഫോമൻസ് നമ്മൾ നിർബന്ധമായി ചെക്ക് ചെയ്യണം. കാരണം പെർഫോമൻസ് ഇല്ലാത്ത ഫണ്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നത് അഭികാമ്യമല്ല. നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അത് എത്തിച്ചേരാൻ സാധ്യതയില്ല. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തെയോ 5 വർഷത്തെയോ ഫണ്ടുകളുടെ പെർഫോമൻസ് നോക്കി വേണം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യാൻ. 3ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫണ്ട് ടോപ്പ് അപ്പ്. മാർക്കറ്റ് കറക്ഷൻ വരുന്ന സമയത്ത് അഡീഷണൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫണ്ടിന്റെ ആവറേജ് റേറ്റ് പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഫണ്ട് ഓരോ സമയങ്ങളിലും ആവറേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ എയിമിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഈ ഫണ്ട് സഫീഷ്യന്റ് ആണ്. നിങ്ങൾക്ക് 40 വയസ്സാവുമ്പോൾ, 50 വയസ്സാവുമ്പോൾ, 60 വയസ്സാവുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം 10 കോടിയാണെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മറ്റ് എക്സ്പെൻഡിച്ചറുകൾക്കോ നിങ്ങൾക്ക് ഫണ്ട് ആവശ്യമാണെങ്കിൽ എത്ര പ്രായമായി നിങ്ങളുടെ മക്കളുടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രാമത്തെ വയസ്സിലാണ് ആവശ്യം, ആ സമയം നോക്കി നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയാം. എന്റെ പേര് വിജയ് തോമസ്. ഞാൻ ചാർട്ടേഡ് ഫിനാൻഷ്യൽ പ്ലാനർ. താങ്ക് യു.